പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. ഇത് കാണുന്ന ബിഗ് ബോസ് ടീം അതൊന്ന് ശ്രദ്ധിക്കാം. 18 വയസ്സ് കഴിയാത്ര കേട്ടുള്ളൂ. എനിക്ക് 21 ആയിക്കണേ. രണ്ടുപേർക്കും കൂടി കൊടുത്തില്ല. ബിഗ് ബോസ് കണ്ടിട്ടില്ലേ? ബിഗ് ബോസ് മാത്രല്ല ഞാൻ ശേഷം അല്ലേ പറയാതെ ലൈസൻസ് എടുത്തോ? ലൈസൻസ് എനിക്കുണ്ട്. പിന്നെ പിന്നെ കാണാൻ ചുള്ളനാണ്. കണ്ണടട്ട ഒന്നുകൂടി ചുള്ളനാവും. പുതിയതാണ്, റൈബന്റെ ആണ്. ഇല്ല എനിക്ക് തരാനാണോ? നേരിട്ട് ഓ അങ്ങനെ ബാബയുടെ കണ്ണട വെച്ച് നാട്ടണം. അതെ അതെ. എന്താണ് കണ്ടിട്ടുണ്ട്. കുറെ ഇപ്പൊ മോഡലിങ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും കാണാം. എനിക്ക് തന്നതാണ്. താങ്ക് യു. എനിക്ക് സൂപ്പർ ആവുന്ന കണ്ണാടിയാണ്. അതെ അതെ സീരിയസ്ലി. ഇല്ലല്ല ഇല്ല, നമ്മൾ നിങ്ങളെ പോലല്ല. സൂപ്പർ ഓവറിൽ കണ്ണാടി ഇട്ടിട്ടുണ്ട്. നീ അത് സൂക്ഷിച്ച് വെക്കാം. ആയിക്കോട്ടെ. എന്തെങ്കിലും ഇടുമ്പോഴത്തേക്കും ചോദിച്ചാൽ അതാണ് കണ്ണാടി. അപ്പൊ ഞാൻ പറയാം. സൂപ്പർ. അതെ അതെ. താങ്ക് യു. ബിഗ് ബോസിലേക്ക് സത്യം പറഞ്ഞാൽ നല്ല വന്നാൽ ഓളം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ്. ബിഗ് ബോസ് എങ്ങനെ വരിക? അവര് വിളിക്കും, നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ആഗ്രഹം ഉണ്ടല്ലേ? പിന്നെ അപ്പൊ സൂപ്പർ ഓവർക്ക് ആഗ്രഹം ഉണ്ട് എന്തായാലും. അപ്പൊ ഇത് കാണുന്ന ബിഗ് ബോസ് ടീം അതൊന്ന് ശ്രദ്ധിക്കാം. 18 വയസ്സ് കഴിയാത്ര കേട്ടുള്ളൂ. എനിക്ക് 21 ആയിക്കണേ. പിന്നെ പ്രായപൂർത്തിയായി അത് തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പോട്ടെ. ഓക്കെ. ഓ ആയിക്കോട്ടെ. കണ്ണട കൊടുത്തു. എന്നിട്ട് പോയിട്ടുണ്ട്. അല്ല കണ്ണട കൊടുത്തു. എനിക്ക് സൂപ്പർ തന്ന കണ്ണാടി. രണ്ടുപേർക്കും കൂടി കൊടുത്തില്ല. ദൈവമേ. അല്ല എന്നാലും തന്നു എന്നുള്ളതല്ലേ, അത് നിനക്ക് തരാതെ എനിക്ക് തന്നു എന്നുള്ളത് വിഷമമുണ്ട്. അയ്യോ പരിചയപ്പെട്ട സന്തോഷം. ഒരു ഡാൻസ് കണ്ടിട്ട് പോട്ടെ. രണ്ട് സ്റ്റെപ്പ് ഓക്കെ താങ്ക് യു. ബിഗ് ബോസ് കണ്ടിട്ടില്ലേ? ബിഗ് ബോസ് മാത്രല്ല ഞാൻ ശേഷം അല്ലേ പറയാതെ ഞാൻ റീൽസ് ഒക്കെ കാണാറുണ്ട്, ഡാൻസ് കാണാറുണ്ട്. അങ്ങനെ ഒന്ന് പറയണം കേട്ടോ. ബിഗ് ബോസ് കഴിഞ്ഞു, സിനിമ ഇന്നത്തെ സിനിമയെ കണ്ടു എന്ന് പറയണം. സിനിമയിലും സഹനടിയായിരുന്നു. ഇനി ഇറങ്ങാൻ പോകുന്ന അടുത്ത വർഷം ഒരു 6-7 പടമുണ്ട്. അതൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നീതു ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. നീതു നല്ല മുടിയുള്ള ഒരാളായിരുന്നു, അറിയാം നമുക്ക്. വെട്ടിക്കാരനല്ലേ വളരെ കാണാം. ശരി പോട്ടെ. പറഞ്ഞില്ലേ നിങ്ങളോട്? പുതിയ വിശേഷം സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. സന്തോഷം, സുഖകരം, ഹാപ്പി ലൈഫ്. മേ ബി കാണും. സെറ്റായില്ല, നോക്കണം. ഇനി ചെറുക്കനെ ആക്കണം. 25 ഡിസംബർ വരെ ഇല്ലേ? അപ്പം സാലറി ഒരു 30.
കുഴപ്പമില്ല, പണി ഉണ്ടാവും. ആ എന്തെങ്കിലും ജീവിച്ചാ മതി. സാലറിയിലൊന്നും കാര്യമില്ല. ഫുഡ് കഴിച്ച് ഡെയിലി പോണം, അത്രേ ഉള്ളൂ. മുന്നോട്ട് നോക്കേണ്ട ആണുങ്ങളാന്നുള്ളൊരു പറച്ചിൽ വരുന്നുണ്ട്, അത് ശരിയല്ല. ശരിയല്ല. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും എന്റെ പപ്പ ഒരു ആക്സിഡന്റ് ഒക്കെ പോയി എടുക്കണം. അപ്പൊ ചേച്ചി ഞാനും കൂടെ ഒക്കെയാണ് എന്റെ ഫാമിലി നോക്കുന്നത്. അപ്പൊ അങ്ങനെ ആണുങ്ങൾ മാത്രമൊന്നുമല്ല, പെണ്ണുങ്ങൾക്കാണെങ്കിലും ജോലി ചെയ്ത് കുടുംബം പറ്റാൻ പറ്റും. ഞാൻ വർക്കിംഗ് ആയിരുന്നു ഇൻഫോയില്. ഇപ്പൊ ഞാൻ ഒരു ഡ്രസ്സിന്റെ ഇത് ചെയ്യുവാണ് ഓൺലൈനായിട്ട്. കാണാറില്ല, പ്രോഗ്രാംസിലൊന്നും ഇല്ല, അല്ലാണ്ട് ജസ്റ്റ് കാണാറുണ്ട്. ഇല്ല, ഒരു വട്ടം ഹായ് ബൈ പറഞ്ഞു, അത്രേ ഉള്ളൂ. ജോലി പോയെങ്കിൽ പിന്നെ ജോലി കണ്ടുപിടിക്കുമല്ലോ. എനിക്ക് ജോലി ഉണ്ടെങ്കിൽ, ഇപ്പൊ ആൾക്ക് ജോലി ഇല്ലെങ്കിൽ ഞാനൊരു ജോലി, എനിക്ക് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ ഞാൻ ജോലി നോക്കും. കുഴപ്പമൊന്നുമില്ല. ഇല്ല, സാലറി വേണ്ടതല്ല കേട്ടോ, അത്യാവശ്യം ജീവിക്കാനുള്ളത് വേണം. അങ്ങനൊന്നുമില്ല, ഹാപ്പി ആയിരിക്കണം. ഞാൻ അങ്ങനെ ഹാപ്പിനെസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആണോ ഓക്കെ ആണോ അതേ ഉള്ളൂ, അല്ലാണ്ട് കാശ് എന്നൊന്നും എനിക്കില്ല. ആ ഹാപ്പിയാണ്. പറഞ്ഞല്ലോ ഭാവി ഹസ്ബൻഡിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ. സങ്കല്പമൊന്നുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കണം, അത്രയൊക്കെ ഉള്ളൂ. എന്നെ ഇപ്പം ഞാൻ ഡൗൺ ആണെങ്കിൽ ഓക്കെ ആക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ അതുപോലത്തെ ആളെ കിട്ടത്തില്ല. അതുകൊണ്ട് കിട്ടുന്ന ആളെ വെച്ചിട്ട് ഹാപ്പി ആയിട്ട് പോകണം. പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഉപദേശം ചെയ്ത് കൊടുക്കാറുണ്ടോ? ഉപദേശം എന്താ? ഗേൾസിനോ? സ്വന്തം കാര്യം നോക്കുക, ജീവിക്കുക, പണിയെടുക്കുക, ആരിലും കൂടുതൽ ഡിപ്പെൻഡ് ആവരുത്. ഹാപ്പിനെസ്, നമ്മുടെ സെൽഫ് ലവ്, അത്രയൊക്കെ ഉള്ളൂ. എല്ലാ കാര്യവും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണമെന്ന്. ആ, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം അത്യാവശ്യം. ഞാൻ എന്തെങ്കിലും മീൻസ് എൻ്റെ ഫാമിലി അങ്ങനെ എന്നെ ഒന്നും ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, സപ്പോർട്ടാണ് എല്ലാത്തിലും. ഒരു ചെറിയ റോള് കയറി, പിന്നെ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. ഫിലിംസിലൊക്കെ വിളിക്കുന്നുണ്ട്, പിന്നെ അഭിനയിക്കാൻ അറിയാത്തോണ്ടിട്ട് വെറുതെ പോയി അത് കൊളാക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞിടയ്ക്ക് ഒരു ഗെയിമിംഗ് ആപ്പിനെ പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അതിന് താഴെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ആപ്പ് ആക്ച്വലി ബാൻ ചെയ്തൊരു ആപ്പാണ്. ബാൻ ചെയ്തിട്ടൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കളിച്ചിട്ടുണ്ട്, കാശ് കിട്ടിയിട്ടുണ്ട്. ആ ഓക്കെ, ലീഗലി തെറ്റായ സന്ദേശമല്ലേ കൊടുത്തിരുന്നത്? തെറ്റായതൊന്നും പറഞ്ഞില്ല, സ്വന്തം റിസ്കിൽ കളിക്കണം, അത്രേ ഉള്ളൂ. മീൻസ് കാശ് പോകും, പക്ഷെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒരുപാട് പേര് ചെയ്ത് അങ്ങനെ കാശ് പോയി സൂയിസൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു 20,000 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, കളിക്കാൻ അറിയാമെങ്കിൽ നന്നായിട്ട്. പിന്നെ അങ്ങനെ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അതൊരു എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു എനിക്ക് രണ്ട് സൈഡ് ആസ് ആൻ ഇൻഫ്ലുവൻസർ, നമ്മൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങനെയല്ല. എനിക്കിങ്ങനെ കുറേ പ്രൊമോഷൻ വന്നു, പിന്നെ എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ടാണ്, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങനെ ചെയ്തു. ആ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചീത്തോളി തെരുവിലേക്ക് ആയിരുന്നു. 24 എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. 25 ഇപ്പോഴത്തേനും കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട്, കുറച്ചും കൂടെ സ്വന്തം കാര്യം നോക്കി, കുറച്ചും കൂടെ സെറ്റ് ആവണം. ലൈസൻസ് എനിക്കുണ്ട്, പിന്നെ എനിക്ക് വണ്ടേ ഉണ്ട്, എനിക്ക് രണ്ടുണ്ട്, കാറും 2 വീലറും. ആ നല്ല പോലില്ല, സ്പീഡ് പേടിയുണ്ടോ? എനിക്കോ? എനിക്ക് പേടിയില്ല, ഓടിക്കാൻ അറിയാമെങ്കിലല്ലേ. മേബി 25 കാണും. ഇല്ല, ഇനി ചെക്കനെ കണ്ടുപിടിക്കണം. ഏയ് ഇല്ലില്ല, ഞങ്ങൾ കുപ്പിയിലൊക്കെ വെള്ളം നിറയ്ക്കാറുള്ളൂ. ഞാൻ കുറച്ച് നാളെ 5-6 വർഷമായി ലൈസൻസ് എടുത്തിട്ട്. സൂക്ഷിച്ചുകൊണ്ട് ഓടിക്കുക. ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ആക്കുക, ക്ലച്ച് ചവിട്ടുക, ഗിയർ ഫസ്റ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക, അത്രയൊക്കെ. ഇവിടെ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡിൽ വിടാം.
നിരുത്തരപരമായി ഡ്രൈവിംഗ് ചെയ്യുന്നവരോട് എന്തെങ്കിലും ഉപദേശമുണ്ടോ? എല്ലാവരും സൂക്ഷിച്ച് കണ്ടൊക്കെ ഓടിക്കുക. ഇപ്പൊ ആക്സിഡൻസ് ഒക്കെ കൂടുമല്ലേ, അപ്പൊ പയ്യെ ബെറ്റർ മീൻസ് ഒരു സാധനമൊക്കെ കാണല്ലോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്, അതുപോലെ പയ്യെ പോവാ. അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് നോക്കി കണ്ട് റൂൾസ് ഒക്കെ പാലിച്ച് ഓടിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഫോളോ ചെയ്യണില്ല, ഞാൻ അങ്ങനൊന്നും കാണാറില്ല. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതേ ഉള്ളൂ. ആ അല്ലാണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ല. മുടി മുറിച്ചതിൽ വിഷമമാണോ? എനിക്ക് ഇത്രയും മുടി ഉണ്ട്. മുടി മുറിച്ചതിൽ വിഷമമില്ല, ഞാൻ എനിക്കിഷ്ടമായിട്ടാണ് കട്ട് ചെയ്തത്. ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ എൻ്റെ കാര്യം അങ്ങനെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല, ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ എനിക്ക് ഓക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ചെയ്യും, എനിക്ക് ഇഷ്ടമല്ലേ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ പണ്ട് സുന്ദരിയാണ്, എനിക്കറിയാം. ഓക്കെ.